ഉള്ള ഘട്ടമാണ് നമ്മുടെ ജീവിതം പ്രധാനം. അത് കുറഞ്ഞ കാലമുള്ളൂ. അത് പരലോകത്തേക്ക് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്. ഇതെല്ലാം ഉണർത്തുന്നതിനാണ് ഖുർആൻ്റെ ആശയം അള്ളാഹു നൽകിയിട്ടുള്ളത്. ഖുർആൻ പിന്നെ അതിൻ്റെ ശരീരമാണ്, ആശയമാണ് അതിൻ്റെ ആത്മാവ്. നമ്മുടെ ശരീരം ഇത് ശരീരമാണ്, അത് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു വികസിപ്പിച്ചെടുത്തിട്ടുള്ള മൺകൂടമാണ്. ആ ആത്മാവിന് അല്ലെങ്കിൽ റൂഹിന് സഞ്ചരിക്കാനുള്ള വാഹനമാണ് ശരീരം. അതേപോലെ ഖുർആൻ ഇന്നുമില്ല ദിക്റും ഖുർആനും മുബീൻ, ഇത് ഒരു ഖുർആനും വ്യക്തമായ ഇത് ഖുർആനിൻ്റെ ആശയമായ ദിക്റും ആത്മാവും ഖുർആനും മുബീൻ, വ്യക്തമായ ഖുർആനുമല്ലാതെ അല്ല. അതല്ലാതെ വളരെ വ്യക്തമാണ് ഖുർആൻ, എല്ലാവർക്കും മനസ്സിലാവും. ആശയം വളരെ സ്പഷ്ടമാണ്, ഫുസിലത്താണ്, മുബീനാണ്, ക്ലിയർ. മുബീനാണ് ക്ലിയർ, വ്യക്തം, സ്പഷ്ടം. ഫുസിലത്ത് സ്പഷ്ടമായ ഗ്രന്ഥമാണ്. അപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കാനാണ് അത് സ്വർഗത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അർ റഹ്മാൻ 1:4 അല്ലാഹു പറയുന്നു, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമൽ ബയാൻ. ഈ ബയാൻ എന്ന് പറയുന്നത് ഖുർആൻ്റെ വിശദീകരണമാണ്, അതായത് നബിയുടെ ജീവിതം, അതാണ് ബയാൻ. ഹദീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഖുർആനാണ്. ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. വഖൈറുൽ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഹദിയ, ഏറ്റവും നല്ല ഉത്തമമായ ഹദിയ വിശദീകരണം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായി നൽകപ്പെട്ടത് അത് റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് നൽകിയതാണ്. അത് ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഹദീസും അതായത് നബിയുടെ വചനവും എന്താണ്, പിന്നെ അള്ളാഹുവിൻ്റേത് തന്നെയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു. നജ്മിൽ പറയുന്നു, അവന് പ്രവാചകൻ ഒരിക്കലും പിന്നെ ദേഹേച്ഛനുസരിച്ച് സംസാരിക്കുകയില്ല. എന്താണോ വഹി നൽകപ്പെടുന്നത് അത് ഇങ്ങോട്ട് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുക എന്ന്. അപ്പം 4-ാം ഘട്ടത്തിലുള്ള ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഓരോ നിമിഷത്തെക്കുറിച്ച് ഓരോരുത്തരും ഉത്തരം പറയണം. അതിനാണ് ഫാത്തിഹ 4-ാമത്തെ ആയത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾ ഇയ്യാക, നിശ്ചയമായിട്ടും ഞങ്ങൾ ജീവിക്കുന്നത്, അതായത് ഞങ്ങൾ സേവിക്കുന്നത്, നഅ്ബുദു നിന്നെ മാത്രമാണ്, അതായത് അള്ളാഹുവിനെ മാത്രം സേവിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക, അതിന് ഇയ്യാക നസ്തഈൻ, അതിന് ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അന്ത്യനാൾ വരെ ഉള്ള അള്ളാഹുവിൻ്റെ സംഘത്തിൽപ്പെട്ട ഒരു വിഭാഗം, പിന്നെ മറ്റുള്ളതൊക്കെ ശൈത്താൻ്റെ സംഘത്തിൽപ്പെട്ട. ഇതിൽ അള്ളാഹു മുഅ്മിനാണ്. അവൻ അശ്ർ 23 പറഞ്ഞിട്ടുണ്ട് മുഅ്മിൻ. പിശാച് കാഫിറാണ്. വക്കാന മിനൽ കാഫിരീൻ, അത് ബഖറ 34, സ്വാദി 74, 2 സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പിശാച്. ആ പിശാചിന് അള്ളാഹ് എന്ന ബോധം എപ്പോഴാണോ ഉള്ളത് ആ പ്രവൃത്തി ആ സമയം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അള്ളാഹ് എന്നുള്ള ബോധം ഇല്ലാതെ ഏത് പ്രവൃത്തി എവിടെ വെച്ച് എപ്പോൾ ചെയ്താലും അത് പിശാചിനെ സേവിക്കലാണ്, പിശാചിനുള്ള ഇബാദത്താണ്. അപ്പോൾ 1000-1 വിശ്വാസികൾ, 1000-1 വിശ്വാസികൾ 1000-1 മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യരിൽ നിന്ന്. അവരുടെ ജന്മകൂട്ടുകാരും മാത്രമേ വിശ്വാസികൾ ഉണ്ടാവുള്ളൂ. ബാക്കി മലക്കുകളെല്ലാം വിശ്വാസികളാണ്. അതേപ്രകാരം അത് പിന്നെ ഈ പിശാചിനെ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പിശാച് പറഞ്ഞു, പിന്നെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവന്, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവന്, തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുവാൻ അഹങ്കാരം പുളപ്പിച്ചു ഇബ്ലീസ്. അപ്പോൾ അള്ളാഹു പിന്നെ അവനെ പിന്നെ കാരുണ്യം വിലക്കി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവൻ ചോദിച്ചു, അല്ല നാഥ, നീ ഉദ്ദേശിച്ചിട്ട് തന്നെയല്ലേ ഞാൻ സുജൂദ് ചെയ്യാന്നത്? അപ്പോൾ ശരി, അതുകൊണ്ട് എനിക്ക് സാവകാശം തരണമെന്ന് അങ്ങനെ നൽകി പല അനുകൂലങ്ങളും നൽകി. അവന് കുതിരപ്പട നയിച്ചോ, കാലാൽപ്പട നയിച്ചോ, ഭൂമി കുലുക്കം, കൊടുങ്കാറ്റ്, ഒടിയൻ, വടിയൻ, ഇങ്ങനെ എല്ലാ കഴിവുകളും മനുഷ്യരെ പാട്ടിലാക്കാൻ, ഭയപ്പെടുത്താൻ, പിന്നെ ദുരിതങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിശാചാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കഴിവുകളും കൊടുത്തു. പിന്നെ മനുഷ്യനെ അവന് ഈ ഖുർആനിൻ്റെ ആശയം ഇത് രോഗശമനമായിട്ടും ബുർഹാനായിട്ടും തെളിവായിട്ടും ടിക്കറ്റായിട്ടും മീസാനായിട്ടും ത്രാസായിട്ടും ബയാനായിട്ടും ഒക്കെ സന്മാർഗമായി കൊണ്ടുള്ള കാരുണ്യവും ശിഫയും പരിചയം
മുഹൈമിനും എല്ലാ ആപത്ത് വിപത്തുകളിൽ നിന്നും കാത്ത് സൂക്ഷിക്കുന്ന മുഹൈമിൻ എന്ന് പറയും ഒക്കെ ആയിട്ട് ഖുർആന്റെ ആശയവും പഠിപ്പിച്ചു. എന്നിട്ട് മനുഷ്യന് ഈ പിശാചാരാണ്, അള്ളാഹ് ആരാണ്, പ്രവാചകൻ ആരാണ്, ജിന്നാരാണ്, മലക്കാരാണ്, എല്ലാ വിവരങ്ങളും പഠിപ്പിച്ചു. ആദമിന് തന്നെ ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് മലക്കുകളുടെ ഉസ്താദായിട്ട് ആദമിനെ സദസ്സിൽ വെച്ച് തന്നെ അള്ളാഹു സമർപ്പിക്കുന്ന രംഗം ബഖറയിൽ വിവരിച്ചിട്ടുണ്ട്. അത് മനുഷ്യന് മറ്റുള്ള സൃഷ്ടികളിൽ നിന്നുള്ള പ്രാധാന്യം തന്നെ അവന് ഏറ്റവും നല്ല ഗ്രന്ഥമായ അജയ്യമായ ഫുസിലത്ത് 41-43 പറഞ്ഞ അജയ്യമായ അതുല്യമായ മിഥ്യ കലരാത്ത, അത് ക്രോഡീകരിക്കുന്നതിന് മുമ്പോ ക്രോഡീകരിച്ചതിന് ശേഷമോ ഇനി അതിന് മിഥ്യ ഒന്നും തന്നെ ആർക്കും കടത്തി കൂട്ടാൻ കഴിയാത്ത, വളച്ചൊടിക്കാൻ കഴിയാത്ത, അതിൻ്റെ ആശയം വ്യതിചലിപ്പിക്കാൻ കഴിയാത്ത അദ്ദിഖർ, അതായത് അജയ്യമായ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഇന്ന് ഫുസിലത്ത് 41-43 അള്ളാഹ് പറയുന്നു, ഇന്നലെ അതിന് കഫറു ബിദ്ദിക്രി ലമ്മാജാവും വഇന്നഹു ലകിതാബുൻ അസീസ് ലാ യതീൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ് മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിറുസുലി മിൻ ഖബ്ലിക ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ വദൂ ഇഖാബിൻ അലീം. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദിഖർ ഒറ്റ ഗ്രന്ഥം മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ആശയം ഒന്ന് തന്നെ, ആത്മാവ് ഒന്ന് തന്നെ, മനുഷ്യരുടെ ആത്മാവ് ഒന്നും ആയതുപോലെ ഗ്രന്ഥത്തിൻ്റെ ആത്മാവ് ഒന്ന് തന്നെ. ശരീരം മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അത് ഖുർആനിൻ്റേത് അറബിയിലാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വായിക്കേണ്ടത് എന്നാണ്. എന്നാൽ അതിൻ്റെ ആശയത്തിൽ ഒരു ഖുർആൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അഥവാ ബൈബിള്, ഗീത, ഇതെല്ലാം തന്നെ ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വായിക്കപ്പെടേണ്ടതാണ്. സൂറത്ത് ഹിജ്റിൽ അത് കാണാം. 90-91 പൂർവിക വേദക്കാർ ഖുർആനെ അവഗണിച്ചു, അവർ ഭാഗങ്ങളായി ഛിന്ന ഭിന്നമായി തീർന്നു എന്ന് ജൂത ക്രൈസ്തവരെ കുറിച്ചും മറ്റും വിവരിച്ചിട്ടുള്ള ഹിജ്ർ 90-91 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫുസ്സിലത്തിൽ അജയ്യമായ ഗ്രന്ഥം മനുഷ്യന് നൽകിയത് പിശാചിനെയും എല്ലാം അടക്കി ഭരിച്ച് അവന് സ്വതന്ത്രമായി എവിടെയും തല ഉയർത്തി നടക്കാനുള്ള അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനാണ് അവർ ഖുർആൻ കൊടുത്തത്. എന്നിട്ട് സന്മാർഗം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ദുർമാർഗം പിശാചിൻ്റെ വഴി, രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നിശ്ചയമായിട്ടും നാം മനുഷ്യനെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇന്ദ്രിയത്തുള്ളികൾ കൂട്ടി യോജിപ്പിച്ചിട്ട് മിശ്രിതമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, നമുക്ക് അവനെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ നാം അവന് കേൾവി, കാഴ്ച, ബുദ്ധിശക്തിയൊക്കെ നൽകി ഇതിനു വേണ്ടി. രണ്ടാമതൊരു മാർഗം, ഒന്നുകിൽ സന്മാർഗം, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ഏകമാർഗം, അതിന് സ്ട്രെയിറ്റ് പാത്ത്, സിറാത്ത് മുസ്തഖീം എന്ന് പറയും. അല്ലെങ്കിൽ ദുർമാർഗം, അത് പിശാചിലേക്ക് എത്തിപ്പെടാനുള്ളതാണ്. അത് 1999 999 മാർഗങ്ങളും ദുർമാർഗമാണ്, പിശാചിലേക്ക് എത്തിപ്പെടും. അഥവാ എല്ലാ ഓരോ 1000-ലും 999 പിശാച് പാട്ടിലാക്കുന്നതാണ്. അത് മുഅയ്യനാണ്, മുഖദ്ദറാണ്, മാലൂമാണ്. സ്വർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു പിശാചിന് വാക്ക് കൊടുത്തതാണ്. അത് സൂറത്ത് നിസ 118 വിശദീകരണത്തിൽ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. വഖാല ലാ അത്തഖദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂള. പിശാച് പറഞ്ഞു, ഞാൻ നിന്റെ അടിമകളിൽ നല്ല ഒരു സംഘത്തെ പാട്ടിലാക്കും. അതിന് വിശദീകരണം തഫ്സീർ ഇബ്നു കഥീറിൽ കാണാം. മിൻ കുല്ലി അലിഫിൻ വാഹിദ് ഇലൽ ജന്ന വ 999 ഇലാ ജഹന്നം. ഹാദാ മുഅയ്യനൻ മുഖദ്ദറൻ മഅലൂമ. എല്ലാ ഓരോ 1000-ലും ഒന്ന് മാത്രം സ്വർഗത്തേക്കാണ്, ബാക്കിയുള്ളതൊക്കെ നരകത്തിലേക്കുള്ളതാണ്. അത് ക്ലിപ്തമാണ്, നിജപ്പെട്ടതാണ്, അറിയപ്പെട്ടതാണ്, മാറ്റമില്ലാത്ത റേഷ്യാണ്. ഈ വിവരം ഖുർആൻ ഇത് 7 സ്ഥലങ്ങളിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നിശ്ചയമായിട്ടും നാം നരകകുണ്ഡം മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും മുഴുവനും അജ്മഈൻ മുഴുവനും കുത്തി നിറക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലിനെ അയച്ചിട്ടുള്ളത് തന്നെ 1000-ൽ 1 സ്വർഗത്തിലേക്കുണ്ട്.
അതുകൊണ്ട് ആ ഒന്ന് ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഏതാളുകൾക്കും അതാകാവുന്നതാണ്, ഏതാളുകൾക്കും അത് ആകാവുന്നതാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. അതാണ് ബഖറയിലും 62 പറഞ്ഞത്, ഇന്നല്ലദീന ആമനു ആമനു മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളായ ആളുകൾ, വല്ലദീന ഹാദു അതേമാതിരി യഹൂദികള്, വന്നസാറ ക്രൈസ്തവര്, വസ്വാബീന സാബീയങ്ങള്, മജൂസികള്, ഇവര് ആരായിക്കട്ടെ, മൻ ആമിനു മിന്നും ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ച് വഅമില സാലിഹൻ സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയുമാണെങ്കിൽ അവർക്ക് അവരുടെ മേൽ ഭയപ്പെടാനോ അവർക്ക് ദുഃഖിക്കാനോ ഇടവരികയില്ല എന്ന് പറഞ്ഞു. എന്നപോലെ ബഖറ 38 സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞു, ഖുൽ നഹ്ബിതു മിന്നാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പുറത്തു പോവുക, അപ്പോൾ എന്നിൽ നിന്നുള്ള ഹുദ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടും. അപ്പോൾ ആർക്കാണോ ആ സന്മാർഗം വന്നു കിട്ടിയത് അത് അവർ പിൻപറ്റുകയും ചെയ്തത് അവരുടെ മേൽ ഭയപ്പെടാനോ അവർക്ക് ദുഃഖിക്കാനോ ഇടവരികയില്ല. അപ്പൊ ഇതാണ് അള്ളാഹു ബഖറ 186 പറഞ്ഞത്, ഫൽ യസ്തജീബു ലീ, അപ്പോൾ അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ വിശ്വാസിയാവണം. വിശ്വാസിയാകാൻ എന്ത് വേണം? സ്വർഗത്തിൽ നിന്ന് പോന്നപ്പോൾ ഹുദ വന്നു കിട്ടും എന്ന് പറഞ്ഞ ആ ഹുദ വന്നു കിട്ടി.